സ്നേഹിതരെ, ലൂക്കാ സുവിശേഷം 2-ാം അധ്യായം 7-ാം വാക്യം മഹത്തായ ഒരു സത്യത്തെ നമ്മോട് വിവരിക്കുന്നു. എന്തെന്നാൽ അവനെ പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ് പുൽത്തൊട്ടിയിൽ കിടത്തി. ലോക സൃഷ്ടാവായ ദൈവം മനുഷ്യനായി ഭൂമിയിൽ വരികയും അവന്റെ ജനനം ലാളിത്യത്തിന്റെ പ്രതീകമായ ഒരു പുൽത്തൊട്ടിൽ ആയിരിക്കുകയും ചെയ്തു. ദൈവം മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശമാണിത്. മനുഷ്യന്റെ ഭൗതികമായ ആഡംബരവും പ്രശസ്തിയും ദൈവികതയുടെ അടയാളമല്ല, മറിച്ച് ദൈവം സ്വയം വെളിപ്പെടുത്തുന്നത് ലാളിത്യത്തിലും വിനയത്തിലും കൂടിയാണെന്നുള്ള ഈ സംഭവ വിവരണം തെളിയിക്കുന്നത്. ദൈവത്തിന്റെ സാന്നിധ്യം നേടാൻ ലോകത്തിന്റെ ആഡംബരങ്ങൾ വേണ്ടിവരുന്നില്ല. ഒരു പുൽത്തൊട്ടിൽ പോലെ ലളിതവും പ്രകൃതിയോട് ചേർന്നതുമായ ഇടങ്ങളിൽ ദൈവം സ്വന്തം സാന്നിധ്യം സ്ഥാപിക്കുന്നു. പിള്ളക്കച്ചയിൽ പൊതിയപ്പെട്ട ഉണ്ണീശോയിലൂടെ നമുക്ക് നൽകുന്ന പാഠം ലാളിത്യം ദൈവികതയിലേക്ക് നയിക്കുന്ന വഴിയാണെന്നാണ്. നമ്മൾ ജീവിതത്തിൽ എളിമപ്പെടുമ്പോഴാണ് ദൈവത്തിന്റെ സ്നേഹവും അനുഗ്രഹവും അനുഭവിക്കുവാൻ കഴിയുന്നത്. നമ്മുടെ ജീവിതത്തിലുള്ള ഭൗതികമായ ആഗ്രഹങ്ങൾ ദൈവത്തെക്കുറിച്ച് അറിയുന്നതിന് തടസ്സമാകുന്നു. ഉണ്ണീശോയെ പുൽത്തൊട്ടിൽ സ്വീകരിച്ച ജ്ഞാനികളെ പോലെ നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കി ഉണ്ണീശോയെ സ്വീകരിക്കാൻ സന്നദ്ധരായിരിക്കുക. ഈ ക്രിസ്മസ് കാലത്ത് ലോകത്തിന് ദൈവത്തിന്റെ സ്നേഹവും കരുണയും മറ്റുള്ളവർക്ക് നമ്മളിലൂടെ കാണാൻ കഴിയട്ടെ. ലാളിത്യം ദൈവത്തിലേക്ക് നയിക്കുന്ന വഴിയാണെന്ന പാഠവും നമുക്ക് ഓർക്കാം. എല്ലാവർക്കും ഒരു നല്ല ക്രിസ്മസ് ആശംസിക്കുന്നു. നന്ദി.